ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുഞ്ഞു ട്രാവലിംഗ് വ്ളോഗാണ്. നാട്ടിലുള്ള സമയത്ത് പോയിട്ടുണ്ടായിരുന്ന ഒരു ട്രിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇപ്പം ഞങ്ങൾ തിരിച്ച് അബുദാബിയിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളൊരു ഫാമിലി ട്രിപ്പാണ് പോകുന്നത്. വീട്ടിലുള്ള എല്ലാവരും ഉണ്ട്. പിന്നെ പോകുന്നത് പാലക്കാടാണ്. പാലക്കാട് നെല്ലിയാമ്പതിയിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ഡിസംബർ ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ടൈമാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. രാവിലെ ഒരു 5:30 ആയപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളൊരു 10 മണിയൊക്കെ ആയ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നമ്മൾ നല്ല നാടൻ ഫുഡൊക്കെയാണ് കഴിച്ചത് കേട്ടോ. മസാല ദോശ, അതുപോലെ നൂൽപുട്ട്, പിന്നെ പത്തിരി, പൊറോട്ട, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ നെല്ലിയാമ്പതിയിലേക്ക് പോണ വഴിയാണിത് കേട്ടോ. അപ്പം നല്ല രസമുള്ള ഒരു വഴിയാണ്. രണ്ട് സൈഡും കാടുകളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. പിന്നെ അതുപോലെ നമ്മൾ ഓപ്പോസിറ്റിൽ നിന്ന് കൂടുതൽ വണ്ടികളൊന്നും അങ്ങനെ വരുന്ന ആ ഒരു ടെൻഷനൊന്നുമില്ല നമ്മൾ ഇങ്ങോട്ടേക്ക് പോണ സമയത്ത്. കൂടുതലും ആ ടോപ്പിലേക്ക് പോകുന്ന വണ്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റ് ബസ് അങ്ങനെയുള്ള വലിയ വണ്ടികളൊന്നും അവിടുന്ന് വരില്ല. അപ്പോൾ നല്ല വ്യൂ ആണ് നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ട് സൈഡിലും നല്ല രസമുള്ള വ്യൂ ആണ്. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ടോപ്പിലേക്ക് പോകണം. അതിന് വേണ്ടിയിട്ട് ഓഫ് റോഡാണ്. അപ്പോൾ നമ്മളെ വണ്ടിയിൽ പോകാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടി അവിടെ ഒരുപാട് ജീപ്പുകൾ ഉണ്ട് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളവിടെ നമ്മുടെ വണ്ടി സൈഡാക്കിയിട്ട് അവരുടെ വണ്ടിയിൽ നമ്മൾ പോവാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ചധികം പേരുള്ളതുകൊണ്ട് തന്നെ 2 ജീപ്പിലായിട്ടാണ് കേട്ടോ പോയത്. ഒന്നിൽ എല്ലാവരും കൂടെ പോകാൻ പറ്റാത്തതുകൊണ്ട് 2 പോയിട്ടുണ്ടായിരുന്നത്. ഓഫ് റോഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് ക്യാമറ ഷെയ്ക്ക് ആവുന്നുണ്ട് കേട്ടോ. കാരണം സ്ട്രെയിറ്റ് റോഡല്ലല്ലോ. അപ്പോൾ അതിൻ്റേതായ ഒരു ഷെയ്ക്കിംഗ് ഒക്കെ ഉണ്ടാവും കേട്ടോ വീഡിയോക്ക്. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട് ഓഫ് റോഡ്. അപ്പോൾ ഇതിപ്പോൾ കാടിലൂടെ എത്തിയിട്ടില്ല. അതിന് മുന്നേ അങ്ങോട്ടേക്ക് കയറുന്നതിന് മുന്നേ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. അവിടെ നമുക്ക് ഇറങ്ങി ഒന്ന് ഫ്രഷ് ആവാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ടോയ്ലറ്റ് സൗകര്യങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും ടോപ്പിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ ഇറങ്ങി അവിടെ ചെറിയൊരു എൻട്രി ഫീ ഒക്കെ ഉണ്ട്. അതൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ മേലേക്ക് പോവുകയാണ്. ഇനിയാണ് നമ്മൾ ടോപ്പിലേക്ക് പോകുന്ന വഴി. 2 സൈഡിലും കാടുകളൊക്കെ ഉള്ള വഴിയാണ്. ഭയങ്കരമായിട്ടും ഓഫ് റോഡ് ഒരു ട്രക്കിങ് തന്നെയാണ് കേട്ടോ. ഭയങ്കര എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു യാത്ര. അപ്പോൾ നമ്മളിതാ പോണ വഴിക്ക് ഏതാണ്ട് ഒരു പാതി വഴിയൊക്കെ എത്തിയപ്പോൾ നമ്മുടെ കൂടെയുള്ള ഒരു വണ്ടി എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് നന്നായി ശരിയായിട്ടുണ്ട് കേട്ടോ. വേറെ 5 മിനിറ്റ് കൊണ്ട് തന്നെ അവരതൊക്കെ റെഡിയാക്കിയിട്ട് നമ്മുടെ യാത്ര സുഖമായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്യജീവികളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഭാഗ്യത്തിന് നമ്മളൊന്നിനെയും കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഇറങ്ങാറുണ്ടെന്നാണ് പറഞ്ഞത്. വൈകുന്നേരം അതുപോലെ രാവിലെയൊക്കെ ആണെങ്കിൽ മിക്കവാറും കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തുന്നതിന് മുന്നായിട്ട് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ അവർ നിർത്തി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെയൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി വീണ്ടും ടോപ്പിലേക്ക് പോവുകയാണ്.
അപ്പോൾ ഇവിടെ ശരിക്കും ഒരു സ്റ്റേ സംഭവം ഉണ്ട് കേട്ടോ. രാത്രി നമ്മളിവിടെ സ്റ്റേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രാത്രി അവർ ഇതുപോലെ നമ്മളെ കാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് വന്യജീവികളെയൊക്കെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ദൂരെ നിന്നിട്ട് കേട്ടോ, അടുത്തുനിന്നല്ല, ദൂരെ നിന്നിട്ട് കാണാൻ പറ്റും എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും നമ്മൾ നിന്നില്ല. രാത്രി അവിടെ സ്റ്റേ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരുപാട് പേരുണ്ട്, പിന്നെ കുട്ടികളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അതിന് നിന്നില്ല. ജസ്റ്റ് ഒന്ന് പോയിട്ട് രാത്രി എത്തിയപ്പം തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഇവിടെ കൂടുതൽ സ്ഥലങ്ങളൊന്നും കാണാനില്ല, പക്ഷെ ഉള്ള സ്ഥലം ഭയങ്കര നല്ലൊരു രസമുള്ളൊരു സ്ഥലമാണ്. ഭയങ്കര തണുപ്പും ഭയങ്കര കാറ്റും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഈ ഒരു ഡിസംബർ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ജാക്കറ്റും സംഭവങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കുട്ടികളാണ് അതൊക്കെ യൂസ് ചെയ്തത്, നമുക്കതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. പിന്നെ നമ്മൾ കൂടുതൽ സമയമൊക്കെ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ നമ്മളൊരു 10-15 മിനിറ്റോളമൊക്കെ നമ്മളവിടെ നിന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകുന്നു. കൂടുതൽ സമയമില്ല എന്ന് അവർ പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് സംഭവങ്ങളൊക്കെ കഴിഞ്ഞു തിരിച്ച് വന്നു. ഒരു 3-3:30 ആയപ്പോഴത്തേക്ക് നമ്മൾ നേരെ താഴെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടെ നമ്മൾ ലഞ്ച് കഴിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു നാടൻ റെസ്റ്റോറൻറ്റിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. നാടൻ ചോറും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോണ വഴിയിലാണ് ഒരു ഫാം ഉണ്ട് അവിടെ. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ. അത് നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അധികം എപ്പോഴൊന്നും കഴിക്കാൻ കിട്ടാത്തൊരു സംഭവമാണ്. പക്ഷേ അവിടെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്, അവിടെ സെയിലുണ്ട്. പക്ഷേ നമ്മൾ എത്തിയപ്പോഴത്തേക്കും പഴുത്തതൊക്കെ പോയിട്ടുണ്ട്, ആളുകൾ വന്ന് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. പിന്നെ പച്ചയായിരുന്നു ഉണ്ടായിരുന്നത്, അപ്പോൾ നമുക്കൊന്നും കിട്ടിയില്ല. അതുപോലെ താറാവിൻ്റെ മുട്ടയൊക്കെ കിട്ടും കേട്ടോ. കോഴി താറാവിൻ്റെ ഒക്കെ മുട്ട കിട്ടും. അതും തന്നെ നമ്മൾ വൈകുന്നേരമായി അവിടെ എത്തിയപ്പോൾ അപ്പോഴത്തേക്കും സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരുപാട് കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ആളുകൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഫാമിൽ നിന്നും കുറച്ച് സമയമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അവിടെ കൂടുതലായിട്ടും ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, എന്നാലും ഉള്ളതൊക്കെ നല്ല ഭംഗി ഉണ്ട് കാണാൻ, അതുപോലെ നല്ല വൃത്തിയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളതൊക്കെ കണ്ടു അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ പോകുന്നത് നേരെ സൂയിസൈഡ് പോയിന്റിലേക്കാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. നമ്മൾ കാർ പാർക്ക് ചെയ്തതിന് ശേഷം കുറച്ച് നടക്കാനുണ്ട്. അങ്ങനെ നമ്മൾ നടക്കുകയാണ്. അപ്പോൾ കുറച്ച് നടക്കാനുള്ളതുകൊണ്ട് തന്നെ ഉപ്പയും ഉമ്മയൊന്നും വന്നില്ല കേട്ടോ. അവരവിടെ വണ്ടിയിൽ ഇരിക്കുക ചെയ്തത്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള എല്ലാവരും കൂടെയാണ് ടോപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെയും തന്നെ എത്തിക്കഴിഞ്ഞാൽ നല്ല തണുപ്പുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഏറ്റവും ടോപ്പിലായതുകൊണ്ട് തന്നെ നല്ല തണുപ്പൊക്കെ ഉണ്ട്. അതുപോലെ നല്ല വ്യൂ ആണ് കേട്ടോ അവിടെ നിന്ന് കാണാൻ. ഭയങ്കര രസമായിട്ട് പച്ചപ്പും അതുപോലെ നല്ല ദൂരെ നിന്ന് മലകളൊക്കെ കാണുമ്പോൾ ശരിക്കും നല്ല രസമുള്ളൊരു വ്യൂ ആണ് കേട്ടോ അവിടെ. അപ്പോൾ അങ്ങനെ കുറച്ച് സമയമൊക്കെ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ കുറച്ച് നടന്നിട്ടാണ് പോകാനുള്ളത്.
അങ്ങനെ പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് അവിടെ താഴെ നമ്മൾ ഈ ടോപ്പിലേക്ക് കയറുന്നതിന് മുന്നേ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 മണിയാകുമ്പോഴത്തേക്ക് താഴെ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ 3 മണിയുള്ളത് നമുക്കൊരു 6 മണിയൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നു. നമുക്ക് ഇറങ്ങാൻ പറ്റും അവിടെ നിന്ന്. പക്ഷേ 3 മണിക്ക് ശേഷം പിന്നെ മേലേക്ക് ആരെയും അവർ വിടൂല. അവിടെ താമസിക്കുന്നവർ, അതുപോലെ അവിടേക്ക് സ്റ്റേ ചെയ്യാൻ വരുന്നവർ, അങ്ങനെയുള്ളവർക്ക് മാത്രമേ 3 മണിക്ക് ശേഷം അവിടെ അലൗഡ് ഉള്ളൂ. അല്ലാണ്ട് കണ്ടു പോകുന്നവർക്ക് 3 മണിക്ക് ശേഷം ഒന്നും അലൗഡ് ഇല്ല. അപ്പോൾ നമ്മൾ പിന്നെ അവിടെ നിന്ന് വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വരുന്ന വഴിക്കാൻ ഒരു ഫാം ഉണ്ട്, അവിടെ ഒരു ഓർഗാനിക് ഫാം ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് ജസ്റ്റ് കയറി കണ്ടിട്ടുണ്ട്. കൂടുതൽ ഇവിടെ ഓറഞ്ചുകളാണ് ഉള്ളത്. പക്ഷേ നമ്മളിപ്പോൾ വന്ന സമയത്ത് കൂടുതലൊന്നും കായ്ച്ചിട്ടൊന്നുമില്ല. തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ച് വരുന്നതേ ഉള്ളൂ. പിന്നെ അതുപോലെ ചെടികളും ഒക്കെ സെയിലുണ്ട് അവിടെ. പക്ഷെ നമ്മൾ വന്നപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ അവർ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്നും വാങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇറങ്ങുകയാണ്, ഇനി തിരിച്ചു പോകാനാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് അവിടെ കാട്ടാന ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ വണ്ടിക്കാരൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്ന് കാണാൻ വേണ്ടി നിന്നു. പക്ഷേ ശരിക്കൊന്നും കാണാൻ പറ്റില്ല കേട്ടോ, ചെറിയ രീതിയിൽ തുമ്പിക്കൈയൊക്കെ മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അതിനെയൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു വരികയാണ്. അങ്ങനെ അതാ രാത്രി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് അവിടെ നിന്നൊക്കെ വിട്ടിട്ടോ, നമ്മൾ നാട്ടിലെത്തിയതിന് ശേഷമാണ് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എത്തി മന്തിയും അതുപോലെ ഗ്രിൽ ചിക്കനും ഒക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയി. ഏകദേശം ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.